നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കനത്ത ചൂടിന് ആശ്വാസമായി ഇനിയുള്ള 5 ദിവസം മഴയെത്തുന്നു എന്നുള്ള സൂചനയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതോടൊപ്പം തന്നെ കള്ളക്കടലിനും കടലാക്രമണത്തിനുമുള്ള സാധ്യതയും കൽപ്പിക്കപ്പെടുന്നു. 6 ജില്ലകളിൽ മഴ പെയ്യുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. നേരിയ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചനം. ഇന്ന് 6 ജില്ലകളിൽ നേരിയ മഴ കിട്ടിയേക്കുമെന്നുള്ള സൂചനയുമുണ്ട്. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിലെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി 23-ാം തീയതി പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും, ഫെബ്രുവരി 24-ാം തീയതി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും, ഫെബ്രുവരി 25-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും, ഫെബ്രുവരി 26-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, കന്യാകുമാരി തീരത്ത് നാളെ കള്ളക്കടൽ പ്രതിഭാസമുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 11:30 വരെ 1 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അടിച്ചു കയറാൻ സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ അനുസരിച്ച് നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതുകൊണ്ട് കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കരുത്. അതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. തിരമാല ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ കടലിലേക്ക് പോകാതിരിക്കാൻ പരമാവധി മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കുക. ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ പുലർത്തണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി തന്നെ കെട്ടിയിട്ട് സൂക്ഷിക്കുക. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.